സുജു ടി ബാബു ഒരിക്കൽ കൂടി ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ശബരിമലയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. സുജു, ഞാൻ ഇടയ്ക്ക് ശബരിമല വാർത്തകളൊക്കെ കയറി ശബരിമല വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മുടെ പ്രേക്ഷകരാരും സുജുവിനെ അന്വേഷിച്ചില്ല. സാധാരണ ഇങ്ങനെ അനശ്വരയൊക്കെ ചോദിക്കാറുള്ളതാണ്. പത്തനംതിട്ടയിൽ നിന്ന് സുജു ഇല്ലേ, സുജുവിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ അനശ്വരി അമ്പിളിയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആരും ചോദിച്ചില്ല. വിനീഷ അനശ്വരോട് പറയാ, പത്തനംതിട്ടയിൽ നിന്നും മാത്രമല്ല, രാജ്കുമാറിന്റെ വാർത്ത മാത്രമല്ല, ഇത് ശബരിമലയിൽ നിന്നും വാർത്തയുണ്ടെന്ന് അനശ്വരോടും പറഞ്ഞേക്കൂ. തീർച്ചയായും ഞാനത് അവരോട് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് മാത്രമല്ല, കൊല്ലത്തു നിന്ന് മാത്രമല്ല, ശബരിമലയിൽ നിന്ന് സുജു ടി ബാബു ഉണ്ട്. അപ്പം നമുക്ക് ശബരിമല വിശേഷങ്ങളിലേക്ക് പോകാം. സുജു, വലിയ തിരക്ക്, സുഗമമായി ദർശനം നടക്കുന്നു, മുൻകരുതലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഏത് രീതിയിലാണോ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് കരുതി സർക്കാർ ഏർപ്പാട് ചെയ്തത്, ആ രീതിയിൽ തന്നെ ദർശനം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിൽ തന്നെ വലിയ സന്തോഷം. വിനീഷ, 96,000 പേരാണ് ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തിയത്. നമുക്കിപ്പോൾ 2 തീർത്ഥാടകർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് വന്നതാണ്, നമ്മൾ പറഞ്ഞിരുന്നു. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റമൊക്കെ? നല്ലതായിരുന്നു, സുഖമായിരുന്നു, നല്ല സുഖകരമായിരുന്നു. അപ്പോൾ പമ്പയിലെത്തി? പമ്പയിൽ രാവിലെ 2:15. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? വഴി സൗകര്യങ്ങളൊക്കെ, കുടിവെള്ളമൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ ദിവസത്തിനെക്കാട്ടിലും തിരക്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. എന്നാലും ബുദ്ധിമുട്ടില്ലാതെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു. ഇതാണോ വിനീഷ ശബരിമലയിലെ കാഴ്ച? നമുക്ക് ആ തിരക്കിന്റെ ദൃശ്യങ്ങളിൽ കൂടെ കടക്കാവുന്നതാണ്. 18-ാം പടിക്ക് മുമ്പിലുള്ള ഇന്നും ഏതാണ്ട് 7 മണിക്കുള്ളിൽ 30,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനായി പമ്പയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ശബരിമലയിലെ ഇന്നത്തെ ആ വലിയ തിരക്ക്. അതായത് ധാരാളം തീർത്ഥാടകരാണ് 18-ാം പടിക്ക് മുമ്പിൽ ആ ദർശനത്തിനായി 18-ാം പടി ചവിട്ടാൻ വേണ്ടി എത്തി നിൽക്കുന്ന ആളുകൾ. ആ ക്യൂ പറയാ, ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ എത്തുന്ന തീർത്ഥാടകരുടെ ഒരു ബാഹുല്യം അല്ലെങ്കിൽ ഒരു എണ്ണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത്രയധികം തീർത്ഥാടകരാണ് ഇന്നും ഉള്ളത്. ഇന്നലത്തെ കണക്കിലേക്ക് വരുമ്പോൾ 96,007 ആളുകളാണ് പമ്പയിൽ നിന്ന് ആ മല ചവിട്ടിയിരിക്കുന്നത്. അത്രയധികം തീർത്ഥാടകർ എത്തിയിട്ടും അതിലെ പ്രധാനപ്പെട്ട ഒരു കണക്ക് എന്ന് പറയുന്നത് ഈ മണ്ഡലകാലത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിയ ദിവസം ഇന്നലെ ആയിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം 22,000 തീർത്ഥാടകരാണ് സ്പോട്ട് ബുക്കിംഗ് മുഖേന ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് ആണ്. അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഏറ്റവും വർധനവ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെയായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ, അതായത് നമുക്കറിയാം, ഈ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ചില ആളുകൾ ചില വിവാദങ്ങളിലേക്ക് സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ലഭിക്കില്ല എന്ന് ചില ആക്ഷേപങ്ങളും ചില ആരോപണങ്ങളും ചില കോണിൽ നിന്ന് ഉയർന്നിരുന്നു. അന്ന് ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചതിനൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ഇന്നലെ പുറത്തു വരികയാണ്. 22,000 ആളുകൾ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തി എന്ന് പറയുമ്പോൾ, അതായത് ശബരിമലയിൽ വെർച്വൽ ബുക്കിംഗ് അല്ല, സ്പോട്ടായി എത്തുന്ന ആളുകൾക്കും കൃത്യമായി ദർശനം നടത്താനുള്ള അവസരം ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയാൻ സാധിക്കും. വിനീഷ, സുജു ടി ബാബു ആണ് ശബരിമലയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സുജുവിനോട് അനശ്വര പ്രത്യേകം അന്വേഷണം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സുജു, ശബരിമലയിലെ തിരക്കില് നാളെ മുതൽ സന്തോഷമായിട്ടാണ്, കണ്ണൂരിലാണ് റിപ്പോർട്ടിങ്. ഞാൻ എന്തുകൊണ്ട് ബാറ്റൺ കൈമാറുകയാണോ? കേൾക്കാം സുജു, കേൾക്കാം. അപ്പൊ സന്തോഷിന് ബാറ്റൺ കൈമാറി സുജു വീണ്ടും മലയിറങ്ങുന്നു. സന്തോഷേട്ടൻ കണ്ണൂരിൽ നിന്ന് അതെ, സന്തോഷേട്ടൻ കണ്ണൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് നാളെ മുതൽ സന്തോഷേട്ടനാണ് ഈ ശബരിമലയിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് നൽകുന്നത്. എന്നാലും ഏറ്റവും നല്ലൊരു അനുഭവമുള്ള ഒരു മണ്ഡലകാലം കൂടിയാണ് നമുക്ക് റിപ്പോർട്ടിങ്ങിലായിട്ട് പറയുമ്പോഴും. കാരണം നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് കുട്ടികൾ ധാരാളമായി എത്തുന്ന ഒരു തീർത്ഥാടന കാലമാണ്. കുട്ടികൾ ധാരാളമായി എത്തുമ്പോഴും അവരെ സംബന്ധിച്ചോളം യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത ഒരു തീർത്ഥാടന കാലം കൂടിയാണ് കടന്നു പോകുന്നത്. സ്വാമി, എവിടുന്ന്? Which place we are coming? Tamil Nadu. Happy darshan.
തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളൊക്കെയാണ് കടന്നു വന്നിരിക്കുന്നത്. അവരുടെ ഒരു സന്തോഷം നമുക്ക് കുട്ടികൾ ധാരാളമായി എത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ തവണ ശബരിമലയിലേക്ക് എത്തിയപ്പോൾ ഈ മുമ്പ് പറഞ്ഞ ചില ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ചില ആശങ്കകളോടെയാണ് എത്തിയെങ്കിൽ ഈ തവണ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഇറങ്ങാൻ സാധിക്കും. കാരണം ആ സന്തോഷം എന്ന് പറയുന്നത് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ ആ ഒരു സന്തോഷം അത് തന്നെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് മോളെ എവിടെ പേരെന്തുവാ? ആരുഷി. എങ്ങനെയുണ്ടെന്ന് മല കയറ്റം? അടിപൊളിയായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? എന്നാ അയ്യപ്പനെ കാണാൻ പോവല്ലേ? എന്തൊക്കെയാ പ്രാർത്ഥിക്കാൻ പോകുന്നേ? പാട്ട് എങ്ങനെയാണെന്ന് കുട്ടിയായിട്ടുള്ള പറഞ്ഞോ മോള് പറഞ്ഞോ. എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നും പിന്നെ എനിക്ക് നല്ല പഠിക്കാനായിട്ട് പറ്റണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കണം. മേരി റാണി പബ്ലിക് സ്കൂൾ പെരുന്നാളല്ലേ? ചങ്ങനാശ്ശേരി അല്ലേ? ഞാൻ തിരുവല്ലയാ, അങ്കിള് തിരുവല്ലയാ. സ്കൂളിൽ ചെല്ലുമ്പോൾ പറയണേ, കൈരളി ന്യൂസിലുണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ പാടുവോ? ഇല്ല. എങ്ങനെയുണ്ടെന്ന് ചേട്ടാ യാത്ര കുട്ടിയായിട്ടുള്ള? യാത്രയൊക്കെ സുഖമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം കുറച്ച് ചിലപ്പോൾ ഇതേ ഉള്ളായിരുന്നു, ലൈനിൽ നിൽക്കണമായിരുന്നു, ആ ഒരു തിരക്കേ ഉള്ളായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു. ഇന്നലെ 96,000 പേര് വന്നിരുന്നു. നല്ല തിരക്കുള്ള ദിവസമാണ്. കുട്ടികളുടെ ഒരു ഗേറ്റ് ഉണ്ട്, പോയിക്കോളൂ. ആ ആരുഷിയുടെ ആ മുഖത്തെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഈ ശബരിമലയിൽ നമ്മൾ ഇന്ന് സൈൻ ഓഫ് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കും പറയാനുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മോളുടെ എവിടാ? തമിഴോ? മാന്നാർ. മോളുടെ പേരെന്തുവാ? എവിടുന്നാ വരുന്നേ? ആണോ? നല്ല ഒരുമിച്ചുള്ളവരാണോ? കൂട്ടുകാരാണോ? അവിടെ ചോദിക്കാം. പേരെന്താ മോളുടെ? അദ്വൈത. അദ്വൈത. വീട് എവിടാ? ഇരുമ്പനം. ആണോ? ഇരുമ്പനം, കോട്ടയം. മോന്റെ പേരെന്താ? എനിക്കൊരു മിനിറ്റ് വരാവേ. പേരെന്താ മോന്റെ? ആജ്ഞവ്. എങ്ങനെ ഉണ്ടായിരുന്നു മല കയറിയൊക്കെ ഒന്ന് അജ്ഞവിനെ സംബന്ധിച്ചോളം? അടിപൊളിയായിരുന്നോ? ഓക്കെ. ഇരുമ്പനക്കാര് വെയിറ്റ് ചെയ്യുന്നു, ചോദിക്കാം. ഇരുമ്പനം എറണാകുളം ഇല്ലേ? കാക്കനാട്. മോളുടെ പേരെന്തുവാ? ലക്ഷിത. എങ്ങനെ ഉണ്ടായിരുന്നു മല കയറി വന്നത്? സൂപ്പറായിരുന്നോ? ഒന്ന് അങ്കിളോട് പറയോ മല കയറി വന്നപ്പോ എന്തൊക്കെ കണ്ട്? അയ്യപ്പന്റെ പൂങ്കാവ് കണ്ടു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആണോ? അയ്യപ്പന്റെ പൂങ്കാവ് കണ്ടോ? വന്ന കരിങ്കുരങ്ങനെയോ മലയണ്ണാനോ എല്ലാം കണ്ടോ? കരിങ്കുരങ്ങനെ കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പാട്ട് പാടുവോ? രണ്ടുപേരും പാടോ? അയ്യപ്പന്റെ പാട്ട് രണ്ടുപേരും ഇത് പാടിക്കേ. ചേട്ടാ യാത്രയൊക്കെ കുറച്ച് തിരക്കുണ്ട്. ഇവിടെ എത്തിയപ്പോ നല്ല സുഖ യാത്രയായിരുന്നു. കുടിവെള്ളമൊക്കെ കിട്ടിയോ? കുടിവെള്ളമൊക്കെ അത്യാവശ്യം നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. വീട്ടിൽ പോയി ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഇരുമ്പന സ്കൂൾ. മോളോ? ഇരുമ്പനം. കൂട്ടുകാരാണോ ബന്ധുക്കളാണോ? കൂട്ടുകാരാ. രണ്ടുപേരും കേട്ടോ. നല്ല നല്ല സുഖദർശനം നേരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. കൂട്ടുകാരോടും പറയണം. അപ്പം എന്തായാലും വിനീഷ, ഈ കുട്ടികളുടെ ഈ സന്തോഷം ഇത് തന്നെയാണ് ഇത്തവണ പ്രത്യേകത. എല്ലാവർക്കും സുഖദർശനം ലഭിക്കുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ് വിനീഷ. ശരി, താങ്ക് യു സുജു ടി ബാബു. സുജു സമഗ്രമായി തന്നെ അവിടെ എത്തിയ കുട്ടി അയ്യപ്പന്മാരോടും കുട്ടി മാളികപ്പുറങ്ങളോടും ഒക്കെ സംസാരിച്ച് ശബരിമലയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി തന്നെ നമ്മളോടൊക്കെ പങ്കുവച്ചു.